ഹലോ കൊല്ലം. കേൾക്കുന്നില്ല, മൈക്ക് വർക്ക് ചെയ്തില്ലേ? ഹലോ കൊല്ലം, ഹലോ കൊല്ലം. ഓ, ഇത്രയും എനർജി എൻ്റെ നാട്ടിൽ പോയാൽ പോലും കിട്ടൂല. കൊല്ലമായിട്ട് അങ്ങനെ ഒരു ആത്മബന്ധമാണ്. കുറെ കാലമായിട്ട് തുടങ്ങിയതാണ് ആക്ച്വലി. എന്നൊക്കെ കൊല്ലത്ത് വന്നിട്ടുണ്ടോ അതൊക്കെ വിജയമായിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് ഞാൻ കൊല്ലത്ത് വരുന്ന ഒരു 2000 വർഷം ഞാൻ പറയാം, കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കലോത്സവം, കേരള യൂണിവേഴ്സിറ്റി, അന്ന് ഈ KTU ഒന്നുമില്ല. അപ്പോൾ അന്ന് കേരള യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കോളേജിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഈ കലോത്സവത്തിൻ്റെ വേദിയിലേക്ക് വരികയും അന്ന് ഇതുപോലത്തെ വേദിയിൽ നിങ്ങളെപ്പോലെ പങ്കെടുക്കുകയും പരിപാടികൾക്ക് പങ്കെടുക്കുകയും, ആർട്സ് ക്ലബ് സെക്രട്ടറി ആകുമ്പോൾ കോളേജിലെ പിള്ളേരെയൊക്കെ മാനേജ് ചെയ്യണം. ആ പരിപാടിക്ക് ഈ പരിപാടിക്ക് ആരാളുള്ളത്, ഈ പരിപാടിക്ക് ആരാളുള്ളത് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ബാഗൊക്കെ തൂക്കി ഗജാഞ്ചി ആയിട്ട് ഇങ്ങനെ മുമ്പിൽ മെയിൻ ആളായിട്ട് വരുന്ന പരിപാടിയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മോഹിനിയാട്ടത്തിന് സിന്ധു ഉണ്ട്, സിന്ധുവിന് പെട്ടെന്ന് വരാൻ പറ, സ്റ്റേജിൽ കയറാൻ പറ. സിന്ധു കാണാൻ ഫാഷൻ പിന്നെ ഫാൻസി ഡ്രസ്സിൽ കർത്താവായിട്ട് കൃഷികളത്. അത് ശരി. എന്നാൽ പിന്നെ വേറെ ആരെ വിടണം? അത് കൂടിയാട്ടത്തിന് ആൾക്കാരെ വിളിക്കുന്നു. കൂടിയാട്ടത്തിന് നമ്മുടെ കോളേജിൽ നിന്ന് ആരാ പങ്കെടുക്കാനുള്ളത്? കൂടിയാട്ടത്തിന് നമ്മുടെ കോളേജിൽ നിന്ന് സിന്ധു തന്നെയുള്ളൂ ഈ കോളേജിൽ പഠിക്കാൻ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലേക്കായിരുന്നു ഞങ്ങൾക്ക്. 1-2 ആൾക്കാരൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, പക്ഷേ മോശമല്ലാത്ത രീതിയിൽ ഞങ്ങൾ എങ്ങനെയൊക്കെയോ എസ്കേപ്പ് ചെയ്ത് വലിയ ചാമ്പ്യൻഷിപ്പ് ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന വലിയ കപ്പൊന്നും കിട്ടിയില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള കപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് കോളേജിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് അതൊരു പരാജയമായിരുന്നില്ല, അതൊരു വിജയമായിരുന്നു. സമ്മാനം മേടിക്കുന്നതിന് ഞാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കൊല്ലത്തേക്ക് വരുന്നത് പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് കോളേജ് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊജക്റ്റ് സെറ്റ് ചെയ്തിരുന്നത് പാരിപ്പള്ളി എന്നൊരു ചേട്ടനായിരുന്നു. അങ്ങനെ ആ പ്രൊജക്റ്റ് വർക്കായി, ഞങ്ങൾ പരീക്ഷയ്ക്ക് പാസ്സായി. പക്ഷെ ആ പ്രൊജക്റ്റ് എന്താണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ, പക്ഷേ പാസ്സായി. അതും അപ്പോൾ വൻ വിജയമായിട്ട് മാറി. പിന്നെ കൊല്ലത്തേക്ക് വരുന്നത് 2022 വിപിൻ ദാസ് സംവിധാനം ചെയ്ത ദർശന രാജേന്ദ്രനോടൊപ്പം അഭിനയിച്ച ജയ 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 ജയ